അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നിരാശയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നിരാശ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് മൊത്തവും നെഗറ്റീവായിരിക്കും എന്നതിനെക്കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത് എന്ന്. എന്നാൽ അതല്ല. ജീവിതത്തിൽ നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവാം. അത് സാമ്പത്തികമാവാം, സുഹൃത്തുക്കളാവാം, പലതരത്തിലുള്ള നഷ്ടങ്ങളായിരിക്കാം. ആ നഷ്ടങ്ങളൊക്കെ വരുമ്പോഴും മനുഷ്യർ എന്തു ചെയ്യും? നിരാശപ്പെടാറുണ്ട്. പക്ഷേ നമ്മളതിൽ നിരാശപ്പെടേണ്ടതില്ല. കാരണം അത് പ്രകൃതിദത്തവും മനുഷ്യകുലത്തിന് ഉള്ളതുമായ ഒരു കാരണമാണ് നിരാശ. നമുക്ക് ഒരു നഷ്ടം സംഭവിച്ചാൽ അതിനെയോർത്ത് നിരാശപ്പെട്ടിട്ടിരുന്നിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് തിരിച്ച് വരാം എന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മൾ എങ്ങനെ ആ വിഷയത്തിൽ നിന്ന് നമുക്കെങ്ങനെ റിക്കവറായി വരാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുഹൃത്താവട്ടെ, സാമ്പത്തികമാവട്ടെ, നമ്മുടെ കൂടെയുള്ള ആരുമാകട്ടെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവരെ ഓർത്തിരുന്ന് അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിനെക്കുറിച്ച് ഓർത്തിരുന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെയാണ് നമ്മൾ തകർക്കുക. നമുക്കൊരു നഷ്ടം സംഭവിച്ചാൽ അതിനെ ഓർത്ത് വേവലാതിപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമുക്ക് ഒരു നഷ്ടമാണെങ്കിൽ ഒരു 9 കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാവും. അത് കണ്ടെത്തുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പൂർവികർ പറഞ്ഞതുപോലെ ഒരു വാതിലടഞ്ഞാൽ 9 വാതിൽ തുറക്കപ്പെടും. അതുതന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. പോയത് പോട്ടെ, നമുക്ക് ഇനിയും 9 കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവാനുണ്ട്. അത് ഓർത്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കാൻ സാധിക്കും. പോയത് പോട്ടെ, പുതിയതിലേക്ക് നമുക്ക് പുതിയ തുടക്കവും പുതുവർഷത്തിലേക്ക് പുതു തുടക്കവുമായി പുതിയ ചിന്തകൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ സുഹൃത്തുക്കൾ, പുതിയ സാമ്പത്തികമായി നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പുതിയ പദ്ധതികൾ, പുതിയ വഴികൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. കുറച്ചു കാലം ജീവിക്കും, സന്തോഷമായി ജീവിക്കുക. പോയതിനെ ഓർത്ത് ഒരു നിരാശയും വേണ്ട. പോയത് പോട്ടെ, പുതിയത് വരട്ടെ എന്ന പുതിയ ചിന്തയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇനിയും പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.